സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. ഇതിനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇത് ശരിക്കും കഴിഞ്ഞ മാസം ജൂൺ 20 ഇറങ്ങാനുള്ള പടം. അതിനെ സെൻസർ ബോർഡ് അതിനെ പിടിച്ചു വെച്ച് ഇതിനെ നീട്ടി 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 ഇത്രയും കാലാവധിയെ കൊണ്ടിട്ട് ആ പടത്തെ തൊലയ്ക്കാൻ വേണ്ടിയിരുന്നതാണ്. ഇവർ പറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. പിന്നെ 1-2 സ്ഥലത്ത് മാത്രം അത് ന്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടത്തെ. പക്ഷെ അത് ബാധിച്ചിട്ടില്ല, പടം ബാധിച്ചിട്ടില്ല. പടം പഴയ സുരേഷ് ഗോപിയുടെ രഞ്ജിത്ത് പണിക്കറിന്റെ കണ്ട അതേ മോഡൽ, ആ പുതിയ ഒരു പ്രവീൺ ചന്ദ്രൻ, പഴയ രഞ്ജിത്ത് പണിക്കറൊക്കെ സിനിമ കണ്ടില്ലേ? നല്ല നല്ല ഡയലോഗുകളും നല്ല കുടുംബ പശ്ചാത്തലം. ചില സിനിമയായിട്ടല്ല ഇത്, മറ്റേ ചിന്താമണി കൊലക്കോസില്ലേ, അതിന്റെ ഒരു വ്യത്യസ്ത അതായത് ആ പുതിയ പയ്യന്റെ പ്രവീൺ ചന്ദ്രൻ അച്ഛന്റെ രോദന അല്ല, അതില് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അമ്മയുടെ രോദനം. അത് കോടതിയിൽ ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊണ്ടുപോകുന്നത്. അല്ല, അതുമായിട്ടുള്ള ഒരു ഇതുമായിട്ടുമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഇത് സ്റ്റേറ്റിന് ഇടപെടേണ്ടുള്ള ഇതാണ്. ആ സ്റ്റേറ്റിന്റെ ഇതിനെയാണ് അത് ചിത്രീകരിച്ചത്. ഇത് അല്ലാതെ ഇത് കേന്ദ്രമായിട്ടുള്ള ഒരു ഇതൊന്നും. അതിൽ കുറച്ച് വരച്ച് കാണിക്കും. പക്ഷെ അവർക്ക് ഒരു ഇതും ഇല്ലല്ലോ. ഇത് സെൻസർ ബോർഡ് തന്നെ പിടിച്ച കേന്ദ്രത്തിന്റെ പറ്റി ഇത് വെച്ചത്. ഇത് ഇറങ്ങാത്ത ഇതിൽ അവര് പബ്ലിസിറ്റി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതില് ഒരു അന്യമതസ്ഥിലുള്ള ഒരു ജാനകി, അത് മറ്റേ പുരാണത്തിലുള്ള സീതയുമായിട്ട് ബന്ധപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അത് വന്നത്. അത് കേസ് വാദിക്കുന്നത് അന്യമതസ്ഥിലുള്ള അങ്ങനെ ഒരു വിവാദം വന്ന് ഇവിടെ സമൂഹത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാവൂ എന്നുള്ള ഒരു പേടിച്ച് കേട്ടാണ്. പക്ഷെ അത് സിനിമ കാണുന്നവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ചുമ്മായിട്ട് നീട്ടിയതാണ്. അതിന്റെ ആ പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ ആ സിനിമ നല്ല ആദ്യത്തെ ദിവസം നല്ല തിരക്കുള്ളതാണ്. ഇനി ഷോ പോസിറ്റീവ് അഭിപ്രായം അറിഞ്ഞു വന്നാലേ. പക്ഷെ അത് നല്ല കലാകാരനാണ്, നല്ല അവന് പണി അറിയാന്നുള്ളവൻ തന്നെ പ്രവീൺ ചന്ദ്രൻ. അതുപോലെ അവന്റെ ഫസ്റ്റ് സംരംഭം, അവന്റെ നല്ല ഇടിയോ, അവന് തൊഴിലറിയാം കേട്ടോ. അവന് 100 കോടി ഇനി ആദ്യത്തെ കിട്ടാനുള്ളതാണ്. അവന്റെ കഴിവിനനുസരിച്ച് കിട്ടാനുള്ളത്. ആ പുള്ളിയുടെ തന്നെ തിരക്കഥയല്ലേ, കൊച്ചു പയ്യനാണ്. പക്ഷെ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇനി ഇത് പോസിറ്റീവ് അഭിപ്രായം. സിനിമയ്ക്ക് ഇറങ്ങേണ്ട ഒരു ടൈമില്ല. ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് വിജയിച്ചാണ്. ഇത് വിവാദങ്ങളിലൊക്കെ വന്ന് പെട്ടതാണ്, തൊലച്ചതാണ്. നല്ല ഇടിയോട്ട് സൂപ്പറായി. പിന്നെ എല്ലാ തലത്തിലും ഡയറക്ഷനും സ്ക്രിപ്റ്റും മേക്കിംഗ് ആണ് ഇതിൽ എടുത്തു പറയത്തക്ക ഒരു ഇതെന്ന് പറഞ്ഞാൽ. സോങ് ആയിരുന്നാലൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. സുരേഷ് അത്ര വലിയ പഞ്ച് ഡയലോഗൊന്നും ഇതിലില്ല. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുള്ളിയുടെ